കൂട്ടുകാരെ മുട്ട ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. 4 മുട്ട ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ 4 മുട്ട. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. 4 മുട്ട ബജിയാണ്. അപ്പോൾ ഇതിനകത്ത് 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടലമാവാണ്. ഈ കടലമാവ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കടലമാവ് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള കടലമാവ് എടുത്താൽ മതി. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഗ്യാസിനൊക്കെ നല്ലതാണ്. അപ്പോൾ കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ്. ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് ഇതിനെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഈ മൈദയൊന്നും ചേർത്തിട്ടില്ല. മൈദ ചേർത്ത് നമുക്ക് ഇച്ചിരി കൂടെ അതൊരുമാതിരി പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിയിരുന്നത്. മൈദ ഇച്ചിരി പശയുള്ളത്. അപ്പോൾ ഇത് കടലമാവാൻ ചേർക്കുന്നത്. ഇതിനകത്ത് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കടലമാവുമ്പോൾ ആരോഗ്യത്തിന് ഹെൽത്തിയാണ്. മൈദ അത്ര നല്ല ഹെൽത്തി അല്ലാണ്ട് മൈദ ഇട്ട് നമ്മൾ കടകളിൽ നിന്നുള്ള മുട്ട വെച്ച് അതുപോലെ കിട്ടത്തില്ല. നമ്മൾ കടലമാവാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി മുട്ടര ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കണം. വെളിച്ചെണ്ണയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഗരം മസാലയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കുക. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് ഇത് മുറിച്ചിട്ട് വേണമെങ്കിൽ മാറി മുക്കാൻ മുഴുവനായിട്ട് മുക്കും. ഇപ്പം ഞാൻ മുറിച്ചിട്ടാണ് എണ്ണ തോനെ യൂസ് ചെയ്യുന്നില്ല. കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര എണ്ണ മാത്രം മുക്കി പൊരിച്ച് എടുക്കാം നമുക്ക്. അതാണ് പെർഫെക്ഷൻ. അപ്പം നമ്മുടെ ഈ മുറിച്ചെടുത്തേക്കുന്ന ഇത് കടലമാവിലോട്ട് മുക്കി ഇതിനകത്ത് നമുക്കതിനെ മൂടണം. ഇത് കണക്ക് എണ്ണയിലൊടിക്കുന്നതാണ്. ഞാൻ എണ്ണ കുറച്ച് എടുത്തോളൂ. നീല പക്ഷേ മുങ്ങി കിടക്കണം. ഇവിടെ കൊളസ്ട്രോൾ കൂടുതലായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ. തിരിച്ചിട്ടേക്കാണ്. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് പോയി ബ്രൗൺ മുട്ട വെച്ച്. അപ്പോൾ കടയിൽ പോയി കിടന്ന് മേടിച്ച് കഴിക്കാനുള്ള സമയം 4 മുട്ട വെച്ച് കടലമാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മണി പലഹാരം അടിപൊളിയാക്കാം. അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്ന് കഴിക്കുമ്പോൾ മുട്ട ബജിയായി. ഓക്കെ ടാറ്റാ. നമ്മുടെ മുട്ട ബജി ഇതിനൂടെ സോസ് ഇട്ട് ഞാൻ അത്ര വലിയ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട ബജി. വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല. പക്ഷേ മുട്ട ബജി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചായക്കടയിലെ മുട്ട ബജി പോലെ ആവത്തില്ല. അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്. ഷേപ്പൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം.